ഹിന്ദു വിശ്വാസത്തെയും വിശ്വാസികളെയും അവഹേളിച്ചും കളിയാക്കിയും താഴ്ത്തിക്കെട്ടിയും നടത്തുന്ന സ്ഥിരം ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തികളാണ് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളെ എന്തും പറയാം, അവരെ എന്തും ചെയ്യാം എന്നൊക്കെയുള്ള അമിതമായ ആത്മവിശ്വാസം. ആര് ചോദിക്കാൻ, ആര് പറയാൻ? എം.വി. ഗോവിന്ദനും പിണറായി വിജയനും സംസീറും അടക്കം CPM നേതാക്കൾക്കെല്ലാം എപ്പോൾ വേണമെങ്കിലും വന്ന് കൊട്ടിയിട്ട് പോകാവുന്ന ഒരു ചെണ്ടയുടെ അവസ്ഥയിലേക്ക് ഹൈന്ദവ വിശ്വാസികളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ കൂടെ ചാനലുകളും കൂടുന്നു. ഇക്കുറി കുംഭമേളയ്ക്ക് കൂടുതൽ മലയാളികൾ പങ്കെടുത്തതിൽ ഏഷ്യാനെറ്റ് ചാനലിന് ഭയങ്കര ദുഃഖമാണ്. ഏഷ്യാനെറ്റിന്റെ ഒരു പ്രത്യേക അവലോകന പരിപാടി അവതരിപ്പിക്കുന്ന സിന്ധു സൂര്യകുമാറാണ് അവരുടെ പരിപാടിയിൽ ഈ ദുഃഖം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ വാർത്താ അവലോകന പരിപാടിക്കിടെ മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരീക്ഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അവലോകന പരിപാടി അവതരിപ്പിച്ച അവതാരക സിന്ധു സൂര്യകുമാറിനെതിരെയും ഏഷ്യാനെറ്റ് MD രാജീവ് ചന്ദ്രശേഖറിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ മലയാളികൾക്കുണ്ടായതിലുള്ള അതീവ ദുഃഖമാണ് ഏഷ്യാനെറ്റ് ഈ പരിപാടിയിലൂടെ അവതരിപ്പിച്ചു വെച്ചത്. അതായത് 100% സാക്ഷരത നേടിയവർ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തത് എന്തോ വലിയ അപമാനം എന്നാണ് പരിപാടിയുടെ പ്രതിധ്വനി. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ് എല്ലാം ഒത്തുവന്നപ്പോഴാണ് ഇങ്ങ് കേരളത്തിലും കുംഭമേള പ്രിയതരമായത് എന്നാണ് ഏഷ്യാനെറ്റിന്റെ വിലയിരുത്തൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് ചുറ്റും ഒരു 10 പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ? അതാണ് അതിന്റെ ഇമ്പാക്ട് എന്നും അവതാരക പറഞ്ഞു വെക്കുന്നു. ഏഷ്യാനെറ്റ് പരിപാടിക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. മഹാകുംഭമേളയെ കുറിച്ചുള്ള ഏഷ്യാനെറ്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇക്കുറി ഇങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും 100 കണക്കിന് ആളുകൾ ഗംഗാ സ്നാനം നടത്തിയിട്ടുണ്ട്. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ CPM ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കുമുണ്ടായി. കേരള സർ 100% ലിറ്ററസി സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും BJPയെ പ്രീതിപ്പെടുത്തലും ഒക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ് എല്ലാം ഒത്തുവന്നപ്പോൾ ഇങ്ങ് കേരളത്തിലും കുംഭമേള പ്രിയതരമായി. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് ചുറ്റും ഒരു 10 പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ? അതാണ് ഇതിന്റെ ഇമ്പാക്ട്. ഇത്തവണ കേരളത്തിൽ നിന്ന് പോലും 100 കണക്കിന് ആളുകൾ ഗംഗാ സ്നാനം നടത്തിയത് വലിയ തെറ്റായി പോയി എന്ന നിലയിലാണ് അവതാരക ഇക്കാര്യം അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ മലയാളികൾക്കുണ്ടായിപ്പോയത് ഒരു വലിയ അപരാധമാണെന്ന നിലയിലും സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്നു. 100% സാക്ഷരതയുള്ള കേരളത്തിൽ നിന്നാണ് ഹൈന്ദവർ കുംഭമേളയ്ക്ക് പോയി സ്നാനം നടത്തിയത് എന്ന അത്ഭുതത്തോടെയും വലിയൊരു കുറ്റം ചെയ്തതുപോലെയുമാണ് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന മട്ടിലാണ് അവതരണം. ഇന്ന് CPM ഭരിക്കുന്ന നാട്ടിൽ നിന്ന് കുംഭമേളയ്ക്ക് പോയത് എന്തോ അതിശയം പോലെയും അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് പരിപാടിയിലെ മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരീക്ഷണത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു വരികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്ത അവതരിപ്പിച്ച അവതാരകയ്ക്കെതിരെ ട്രോളുകൾ നിറയുകയാണ്. മറ്റു മതങ്ങളുടെ ആചാരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കൂടിയാൽ കൈയടിക്കാനും അതിശയത്തോടെ അക്കാര്യം റിപ്പോർട്ട് ചെയ്യാനും ഇവരാരും മടിക്കാറില്ല എന്നും ചില ട്രോളുകൾ ചൂണ്ടിക്കാട്ടുന്നു.